ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാം. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരും ചെയ്യാത്ത അതന്നെ വളരെ യുണീക്ക് ആയിട്ട് വെറൈറ്റി കണ്ടന്റ് ഉള്ളൊരു വീഡിയോ. എന്താന്ന് വെച്ചാൽ ക്യാമ്പസ് ടൂർ. ഞങ്ങള് ഇത്രയും നാളും കുറെ പൈസ ഒക്കെ കൊടുത്തു വന്നല്ലേ ഇവിടെ ഒരു ക്യാമ്പസ് ടൂർ ഒക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. പിന്നെ നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടല്ലേ, ഇപ്പൊ ആഗ്രഹം ഇല്ലെങ്കിലും ഒന്ന് കണ്ടുതരും. അതായത് ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിലോ, ഞങ്ങൾ ഇവിടെ പഠിക്കുന്നത് UWSലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് സ്കോട്ട്ലൻഡിൽ പേസ്ലി ക്യാമ്പസിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസാണ് ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ക്യാമ്പസ്, ഞങ്ങൾ ഇവിടുത്തെ പേസ്ലി ക്യാമ്പസ്, വേറെ കുറെ ക്യാമ്പസുകളുണ്ട്, 5 ക്യാമ്പസ് ഉണ്ട് ഇവിടെ. പക്ഷെ പേസ്ലി ക്യാമ്പസാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് കാണാം, വീഡിയോ കണ്ടാലോ. ഇതാണ് ബ്ലോക്ക്. പക്ഷെ ഞങ്ങൾ ഇവിടെ അധികം വരാറില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ പോയി നോക്കാം. ഇതിവിടെ എൻട്രൻസിൽ തന്നെയുള്ളൊരു സിംഹക്കുട്ടി. ഞങ്ങൾക്ക് ഇവിടെ ഒരു 2-3 വട്ടമൊക്കെ ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം മാത്രമാണ് ഈ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ അധികം വന്നിട്ടുള്ളൂ, അല്ലാണ്ട് വരാറില്ല. പിന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്റ്റുഡൻറ്റ് സെൽഫ് സർവീസിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം, അല്ലെങ്കിൽ എവിടെയും ചോദിക്കാം. ഇവിടെ ഇത് ഗ്രാജുവേഷൻ ജോബ് വേണ്ടി വെച്ചേക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ സ്നേഹം ആരാ ഗ്രാജുവേറ്റ് ആവുമായിരിക്കും. പിന്നെ ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ടീയും കോഫി ബാർസ് ഒക്കെ ഉണ്ട്. നമുക്ക് മേലേക്ക് പോവാം. എന്തൊരു വിഷമ സ്നേഹോന്. നമ്മൾ മേലേക്ക് പോവാം. ഞങ്ങൾ ഈ മേലെ അധികം വന്നിട്ടില്ല കേട്ടോ. നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങളുമാണ് ആദ്യമായിട്ട് മേലേക്ക് കയറണേ. സ്നേഹം ഞങ്ങൾക്ക് അത് ഞങ്ങൾ ഇവിടേക്ക് മേലേക്ക് വന്നു. ഇവിടെ അടുപ്പം തന്നെ സ്റ്റഡി റൂം പോലെ. അപ്പം ഞങ്ങളിന്ന് കണ്ടില്ലേ, ക്ലാസ്സൊക്കെ പുറത്ത് നല്ല മഴ. എത്ര ദിവസം 2 ദിവസമായിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ ഞാൻ പുറത്തുനിന്ന് എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി. ഇതോടെ കാണിക്കില്ലേ 100 വട്ടം പറഞ്ഞ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഹോട്ട് ചോക്ലേറ്റ്. അപ്പം ഞാനൊരു 50 വട്ടം വീഡിയോയിൽ കാണിക്കാൻ നോക്കി. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് പറയണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്യാമ്പസിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ UWSന് ആകെ മൊത്തം 5 ക്യാമ്പസ് ഉണ്ട്. ഓൾഡസ്റ്റ് ക്യാമ്പസ്. പിന്നെ നമുക്ക് അതായത് ഫസ്റ്റത്തെയാണോ നിങ്ങൾക്ക് ഉറപ്പില്ല, പക്ഷെ ഓൾഡസ്റ്റ് ക്യാമ്പസ് അതല്ല, ഓൾഡസ്റ്റ് എന്ന് പറയാനല്ലേ അദ്ദേഹത്തെ ഫസ്റ്റത്തെ ക്യാമ്പസ്. പിന്നെ നമുക്ക് സ്കോട്ട്ലൻഡിൽ തന്നെ വേറെ 4 ക്യാമ്പസ് ഉണ്ട്. ഒന്ന് എയറിലുണ്ട്. എയർ എന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടാ, നമ്മുടെ മറ്റേതല്ല, സ്കോട്ട്ലൻഡിലൊരു സ്ഥലമാണ് എയർ. അവിടെ ഒരു ക്യാമ്പസ് ഉണ്ട് UWSന്. പിന്നെ നമുക്ക് ഹാമിൽട്ടൺ, അതായത് ലനാക്ഷയർ എന്ന് പറഞ്ഞൊരു ക്യാമ്പസ് ഉണ്ട്. പിന്നെ എന്താ ഡംഫ്രൈസ്, അങ്ങനെ ഒരു ക്യാമ്പസ് ഉണ്ട്. പിന്നെ നമുക്കൊരു ക്യാമ്പസ് ലണ്ടനിലുണ്ട് UWSൻ്റെ. അപ്പോൾ മൊത്തം 5 ക്യാമ്പസ് ഉണ്ട്. ഞങ്ങളുടെ ക്യാമ്പസ് പേസ്ലി. പിന്നെ UWSൽ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന കോഴ്സ് MBA ആണ്, ജസ്റ്റ് ജനറൽ MBA. MBAയിൽ തന്നെ പല പല സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഫീൽഡ് ഉണ്ട്, സ്ട്രീംസ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ജനറൽ MBA ആണ് ചെയ്തത്. ഞങ്ങൾ ഇവിടെ MBA ചെയ്യണമെന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിക്കും, ഇവിടെ MBA ഉണ്ടാ, അതല്ല ലനാക്ഷയറിലാണോ ചോദിക്കും. അപ്പോൾ പേസ്ലിയിൽ MBA ഉണ്ട് കഴിഞ്ഞ. പിന്നെ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് 1 ഇയർ കോഴ്സ് ആയിരുന്നു. ഇവിടെ 1 ഇയറും 3 മന്തും അഡ്ജസ്റ്റ് ഇല്ല അങ്ങനെ. ഞങ്ങൾക്ക് ഡിസർട്ടേഷൻ്റെ പീരീഡ് കുറച്ചുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട്. പിന്നെ IELTS മാൻഡറ്ററി അല്ല. നിങ്ങൾക്ക് +2ന് 80%-നോ 75%-നോ മുകളിലുണ്ടെങ്കിൽ ഇംഗ്ലീഷിന് 80%-ന് മേലെ ഉണ്ടെങ്കിൽ ഓഫർ ലെറ്റർ ഒക്കെ കിട്ടും. IELTS വേണ്ട. ഞങ്ങൾ IELTS എടുത്തായിരുന്നു, പക്ഷെ അത് മാൻഡേറ്ററി അല്ല, വേണ്ട. അങ്ങനെയാണെങ്കിലും ട്രൈ ചെയ്യാം. പിന്നെ ഇവിടെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, കുറേ വേറെ കോഴ്സ് എടുക്കുന്നവരുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീസ് കുറവാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UWS മെയിനായിട്ട് അഫോർഡബിളാണ്, അത്യാവശ്യം പൈസ കുറവുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. MBA പഠിച്ചപ്പോണ്ടല്ലോ ആകെ 4 മലയാളി ഉണ്ടായുള്ളൂ. അതായത് ഞങ്ങളുടെ ബാച്ചില്. പിന്നെയുള്ള MBAയിൽ വേണമെങ്കിൽ കുറേ പേര് വരാം അല്ലേ, അത്യാവശ്യം കുറേ പേര്. ഞങ്ങൾ തന്നെ കുറേ പേരെ കണ്ടു ഇവിടെ. സ്നേഹമോനെ ഞാൻ സംസാരിക്കുന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടല്ലേ നോക്കിയതാ. ശരിയാ, ഞങ്ങൾ പഠിച്ചപ്പോൾ അധികം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇതിലുണ്ടായിരുന്നില്ല. അപ്പം നിനക്ക് കോളേജ് വൈബ് കിട്ടിയായിരുന്നു ഇവിടെ? സത്യം പറയണോ,
സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോളേജ് പോലെ നല്ല. അതായത് ഞാൻ പറയാം, ഇവിടെ ഓരോരുത്തരും വരുന്നത് കരിയറിൽ നല്ല അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഉള്ളവരാണ് മെയിനായിട്ടുള്ളത്. അതായത് ആളുകൾ കുറവായതുകൊണ്ട് തന്നെ കോളേജിൻ്റെയും അന്ന് +2 അങ്ങനത്തെ വൈബല്ല. പിന്നെ കുറേ പേരൊക്കെ അത്യാവശ്യം ഓൾറെഡി നല്ല എക്സ്പീരിയൻസ്, ജോബിലൊക്കെ 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ, അവർക്ക് അവരുടെ കരിയർ കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ വേണ്ടി, ബിസിനസ് അറിയാൻ വേണ്ടി വന്നു എന്നുള്ള പോലെയാണ്. നമ്മളൊക്കെ ശിശു. ഞങ്ങളാന്ന് തോന്നുന്നു അവിടെ ഉള്ളതിൽ ഏജിൽ ചെറുത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ. ഇനിയിപ്പോ കൊറേ മലയാളികൾ വരണോണ്ട് തന്നെ ചിലപ്പോ കോളേജ് വൈബ് കിട്ടാം. കൊറേ പേര് ഇപ്പോഴും കോളേജ് വൈബ് നല്ല വൈബ് കിട്ടുന്നവരുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നല്ല, മോശമൊന്നല്ല, കുഴപ്പമില്ല. അതായത് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്യാവശ്യം നമ്മുടെ നാട് പോലെ ഒന്നും ആയിരിക്കില്ലല്ലോ. എന്തിനാ അന്ന് പഠിക്കാനല്ലേ, കുറേ പേരൊക്കെ ആലോചിക്കണ്ടാവും പ്രൊജക്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ, ഡിസർട്ടേഷൻ എങ്ങനെയാ, ഈ യൂണിവേഴ്സിറ്റിയിൽ ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ ഉണ്ടോന്ന്. അതൊക്കെ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ ഇൻഡെപ്ത് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. വേറെ വീഡിയോ ചെയ്യാം. അതെ, ഇനി ഇതിൽ തന്നെ ഇപ്പൊ ക്യാമ്പസ് കാണിക്കട്ടെ. നിങ്ങൾ വെക്കില്ല, എന്നിട്ട് ഞങ്ങളെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കണേ ക്യാമ്പസ് കാണിക്കണേ. അപ്പൊ ക്യാമ്പസ് കാണിക്കാട്ടാ. നമ്മുടെ ക്യാമ്പസിൻ്റെ ഇവിടെയുള്ളൊരു ചെടിയാട്ടാ, ബ്ലൂബെറി പോലെ ഉണ്ട്. പക്ഷെ എനിക്കിത് ബ്ലൂബെറി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ. നിങ്ങൾക്ക് എൻ്റെ പിന്നിലുള്ള പന്ത് പോലത്തെ സാധനം കാണുമ്പോൾ പുറത്ത് എവിടെയോ സ്റ്റേ അടിക്കാനുള്ള സംഭവം പോലെ ഇല്ലേ? ഇങ്ങനത്തെ ഒരു സ്റ്റേ ആയിക്കില്ലേ നാട്ടിലിപ്പോൾ? ഇവിടെയുണ്ട്. ഊട്ടിയിലൊക്കെ കാണാൻ പറ്റില്ലേ ആ സാധനം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. ഇത് ജസ്റ്റ് വെറുതെ ആൾക്കാർക്ക് ഇരുത്ത് പഠിക്കാനൊക്കെ. ഇവിടെ അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളത്. മഴ പെയ്തത് കൊണ്ട് നമ്മൾക്ക് ഇരിക്കാൻ പറ്റില്ല, നനഞ്ഞു കിടക്കാണ് മൊത്തത്തിൽ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കാം. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഓപ്പൺ ജിം ഉണ്ട്. ഓപ്പൺ ജിം അല്ലാണ്ട് സാധാ ജിമ്മും ഉണ്ട്. നമുക്ക് ഫ്രീയാ. ജസ്റ്റ് ഒരു ID കാർഡ് കാണിച്ചാൽ മതി. ID കാർഡ് ഇവിടെ നിന്ന് കിട്ടൂട്ടാ. നാടയിൽ പില്ല ID കാർഡ് കാണിക്കാൻ. അപ്പൊ ഓപ്പൺ ജിം ഉണ്ട്, വേണമെങ്കിൽ വെറുതെ വന്ന് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ ജിമ്മിൽ പോവാം. ഇവിടെ സ്റ്റുഡൻസിനും സ്റ്റാഫിനും ജിമ്മിലെ മെമ്പർഷിപ്പ് ഫ്രീയാ. അപ്പോൾ നമ്മുടെ ID കൊണ്ട് യൂസ് ചെയ്ത് അവിടെ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കയറാം, ഫ്രീ ആണ്. നമ്മുടെ ഓപ്പൺ ജിമ്മ്, ടേബിൾ ടെന്നീസിൻ്റെ ഇതുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ. ഞങ്ങളൊന്നും കളിച്ചിട്ടില്ല എന്ന് മാത്രം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ചില്ല് ചെയ്യാൻ അടിപൊളിയാ. ഇത് ഇവിടുത്തെ ക്ലാസ് റൂം കേട്ടോ. ഇതല്ലാട്ട് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ ഇതൊരു ബ്ലോക്ക് ക്ലാസ് റൂമാണ്. ഞങ്ങളുടെ മെയിൻ സ്ഥലം ഞങ്ങളുടെ ബിസിനസ് ആൻഡ് ക്രിയേറ്റീവ് സ്കൂൾ. ഞങ്ങളുടെ ഇതിനറിയപ്പെടുന്നത് ക്രിയേറ്റീവ് ആൻഡ് ബിസിനസ് സ്കൂൾ എന്നാട്ടോ. അവിടെ പോകാനാണ് ഞങ്ങൾ നടക്കുന്നത്. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാണ് ഞങ്ങൾ ഈ വഴി കൂടെ വരുന്നത്. ഇത് നമ്മുടെ P ബ്ലോക്ക്. അപ്പം നമ്മൾ നടക്കാണ്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. സ്നേഹമോനെ, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? നമ്മുടെ ബിൽഡിങ്ങിലേക്കല്ലേ? നമ്മുടെ ഹബിലേക്ക്, സ്റ്റുഡൻറ്റ് ഹബിലേക്ക്. നമ്മൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ടാവണമെങ്കിൽ ഇവിടെയാണ്, ഈ ബ്ലോക്കിലേക്കാണ് അപ്പോൾ നമ്മൾ പോകണം. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇത് ശരിക്കും വർക്ക് ചെയ്യും, പക്ഷെ ഇപ്പം എന്തോ പറ്റി. ഇതാണ് നമ്മുടെ സ്കാനർ. നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ID സ്വൈപ്പ് ചെയ്തിട്ട് അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സ്കൂളിലെ പോലെ ഒന്നല്ല, ഇവിടെ ID സ്വൈപ്പ് ചെയ്യണം, എന്നാലും നമ്മൾക്ക് അറ്റൻഡൻസ് കിട്ടുക. അപ്പോൾ ഞങ്ങളുടെ ID ഇല്ല, ക്ലാസ് ഇല്ലല്ലോ, ഞങ്ങൾ ID എടുത്തല്ല, ഇവിടെ സ്വൈപ്പ് ചെയ്യേണ്ടത്. അവിടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ അപ്പുറത്ത് കമ്പ്യൂട്ടറിൽ എഴുതി കാണിക്കും, പേരും ബാനർ ഐഡിയും വരും. അപ്പോൾ നമ്മൾക്ക് അറ്റൻഡൻസ് കിട്ടും. ഇവിടെയാണ് ഫുഡ് കഫേ. ഇവിടെയാണ് പുറകെ കാണുന്നത് നമ്മുടെ കഫറ്റേരിയ, അതായത് കഫേ. നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതും കൂടാണ്ട് UWS സ്റ്റുഡൻസിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. 10 മണി വരെ എന്തുകൊണ്ട് 7 മണി തൊട്ട് 10 മണി വരെ കാലത്ത് ട്രാവൽ ചെയ്ത് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാണ്ട് വരുന്നവർക്ക് ഇവിടെ ഫുഡ് ഉണ്ടാവും. നമ്മുടെ ID കാർഡ് കാണിച്ചാൽ മതി, നമുക്ക് ഫുഡ് കഴിക്കാം. കൂടുതലും ഒരു ഫ്രൂട്ട് കിട്ടും, പിന്നെ ക്രോസോൺ കിട്ടും, കാപ്പി അങ്ങനത്തെ എന്തോ സംഭവമൊക്കെ കിട്ടും, പൊറിച്ച് കിട്ടും. അതായത് നമ്മുടെ ഓട്സ്
ഇത് അങ്ങനത്തെ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ദോശ ചമ്മന്തി ഒന്നല്ല, പക്ഷെ എന്നാലും കിട്ടും. വിശപ്പ് മാറും. ഇപ്പം എന്താ പരിപാടി ഇവിടെ നടക്കാത്തതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഏതൊക്കെയോ സ്റ്റുഡൻസ് എന്തിനൊക്കെയോ വന്നിട്ടുണ്ട്. അവർക്ക് എന്തോ ട്രെയിനിങ് ഒക്കെ ഉണ്ട്, വേറെ കോളേജിൽ നിന്ന് വേറെ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് യൂഷ്വലി ഫുഡ് കിട്ടുക. കാലത്ത് മാത്രമേ ഉള്ളൂ ഫ്രീ ഫുഡ്, പിന്നെ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടും. ഉച്ചയ്ക്ക് ലഞ്ചും ഉണ്ടാവും, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാം. പൈസ കൊടുത്താൽ കിട്ടും. കാലത്ത് ഫ്രീ ആട്ടാ. അപ്പോൾ ആരെങ്കിലും വിശന്ന് വരാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാൻ. ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾ എത്തില്ല. അതിന് പ്രശ്നം. ക്ലാസ് 10 മണിക്ക് 10 മണിക്കാണ് ക്ലാസ് കഴിഞ്ഞാൽ 10 മണിക്ക് വന്ന് കയറുന്ന പിള്ളേർ. അപ്പോഴേക്കും ഇത് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ വരാണെങ്കിൽ ഫുഡ് കഴിക്കുക. ഇതാണ് നമ്മുടെ ഹബ്ബ് ട്ടാ, മെയിനായിട്ടുള്ളത്. ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിരുന്ന് പഠിക്കാറൊക്കെ ഉണ്ട്. ഇതേ അവിടെ കണ്ട നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷനൊക്കെ വേണമെങ്കിൽ അവിടെ പോയിട്ട് പറയാവുന്നതാണ്. ഇതിന് നമുക്ക് ടോയ്ലറ്റ് ആക്സസ് ഉണ്ട് കേട്ടോ. അതെല്ലായിടത്തും ഉണ്ടാവില്ല, അറിയാലോ. അപ്പം ഇതിന് ടോയ്ലറ്റ്, നമുക്ക് ടോയ്ലറ്റ് അധികം കാണിക്കാൻ പറ്റില്ല, കാരണം ആളുടെ അടി കിട്ടും. ഇത് കണ്ട ജെൻസ്, ഇത് ഡിസേബിലിറ്റി പീപ്പിൾസിന്, ഇത് ലേഡീസ്. ടോയ്ലറ്റ് ഒക്കെ എന്തിനാ കാണിക്കണമെന്ന് ചോദിക്കും, പക്ഷേ കാര്യമൊന്നുമില്ലല്ലോ. കാണിച്ചു. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പീരീഡ്സ് ആവാണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രീ സാനിറ്ററി നാപ്കിൻസും ടാമ്പോൺസ് തുറന്നാൽ കിട്ടും. ഇവിടെ ഇപ്പൊ സാനിറ്ററി പാഡ്സ് ഉണ്ടാവും കേട്ടോ. അതിപ്പോ കഴിഞ്ഞതാ. പക്ഷെ നമുക്ക് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ കുറേ ടോയ്ലറ്റ്സ് ഉണ്ട്. ഇൻ കേസ് ഇവിടെ ഇല്ലാതെ തന്നെ നമുക്ക് വേറെ പോയി യൂസ് ചെയ്യാം. അത് നല്ലൊരു കാര്യമല്ലേ. ഇതൊരു വെറൈറ്റി ഗ്ലാസ് ആണ്. മുന്നേ നമ്മ കപ്പലണ്ടി ഉണ്ടാക്കാൻ കിട്ടില്ല. അത് വെള്ളം കുടിക്കാനുള്ള ഇത്രയും വെറൈറ്റി ശുദ്ധമായ പാനി. നമ്മളിനി ലൈബ്രറിയിലേക്ക് പോവാൻ പോവാം. നമ്മുടെ മെയിൻ ഇത് നമ്മുടെ സെക്ഷനല്ല, ഇത് സൈക്കോളജിയുടെ സെക്ഷനാണ്. നമ്മുടെ സെക്ഷനാക്കട്ട ബിസിനസ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി എടുത്ത ബുക്ക് തിരിച്ചു വെച്ചാരടി, വെറുതെ എടുത്തതാ. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ എല്ലാ കമ്പ്യൂട്ടിംഗ് ഉണ്ട്, സൈക്കോളജി എല്ലാം ഓരോന്നിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇൻഫോർമേഷൻ ആൻഡ് സയൻസ്, ജേർണലിസം, എല്ലാ ബുക്കുകളും ഇവിടെ കിട്ടും. ഞാൻ സ്നേഹമോനും പെടഞ്ഞോടി വന്നിട്ട് ഒറ്റോട്ടം കൊടുക്കുന്നത് ഈ ബ്ലോക്കിക്ക. ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ പഠിച്ചേക്കണേ. പിന്നെ അവള് അതെ ഇതിൻ്റെ അവിടെ ദേ കണ്ട ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒരാൾ നിൽക്കണണ്ട. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് കിട്ടും. പിന്നെ ഇതൊരു കാർ പാർക്കിംഗ്. അത് എനിക്ക് തോന്നുന്നു ആ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ആണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ മെയിൻ ബ്ലോക്ക്. മിക്കപ്പോഴും ക്ലാസ് ഉണ്ടാവണത് ഇവിടെയാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ബ്ലോക്കിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ചിന്തിക്കാനുള്ള സംഭവമാണ്, നമ്മുടെ ഈ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ സോംബി വന്ന് എഴുതിക്കൂടെ ഓടും, പ്രേതം വന്ന് എഴുതിക്കൂടെ ഓടും, അങ്ങനത്തെ വേദില്ലേ. ഞാൻ ഇത് പക്ക അങ്ങനെ തന്നെയാണ്. ഇതങ്ങനെ തന്നെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ക്ലാസ് റൂമിനൊക്കെ നമ്പേഴ്സാണ്. നമുക്ക് ഇവിടെ ഒരു ആപ്പ് ഉണ്ട് സ്റ്റുഡൻസിന്, ഔല എന്ന് പറയാം. അതിലാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് വരാം. അപ്പം അതിലുണ്ടാവും നമ്മൾ ഏത് ക്ലാസ്സാണ് നമുക്ക് ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇതുപോലത്തെ നമ്പർ കൊടുക്കും. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞ പാട്. ഇതാണ് എൽ ബ്ലോക്ക്, G ബ്ലോക്ക്, H ബ്ലോക്ക്, അങ്ങനെ പല പല ബ്ലോക്ക് ആയിരിക്കും. കണ്ടുപിടിക്കാൻ അത്യാവശ്യം പാടാ. പിന്നെ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ക്ലാസ്സിൽ കയറിയ സൈഡിൽ ജനാലുണ്ട്. അപ്പോൾ ആരൊക്കെ ക്ലാസ്സിൽ ഇരിക്കുമെന്ന് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇങ്ങനെയാ. ഇതുപോലത്തെ ഡോറാട്ടാ. അപ്പം ഇങ്ങനെ പോവാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് റൂം വേണ്ട. ഇവിടെ എല്ലാ സ്ഥലത്തും വാഷ്റൂംസ് ഉണ്ട് കേട്ടോ. എല്ലാ ഫ്ലോറിലും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എന്താ പ്രത്യേകത പറയുക, ക്ലാസ് റൂമൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഫസ്റ്റൊക്കെ വന്നപ്പോൾ ആയിരുന്നു എത്ര ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾക്കത് യൂസ്ഡായി, കുഴപ്പമില്ലാണ്ടായി. പിന്നെ അറിയാൻ തുടങ്ങി ഏതൊക്കെ ബ്ലോക്കെന്ന്. ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ ബ്ലോക്കിലേക്ക്. ഇത് ഫുൾ കൺഫ്യൂസിങ് ആണ്. മറ്റേ മൂവീസിൽ ആര് പറഞ്ഞ പോലെ നമ്മൾ ഓടുമ്പോൾ ലാസ്റ്റ് സർവൈവൽ മൂവീസിലൊക്കെ ഓടില്ലേ, അതുപോലെ സെപ്പറേറ്റ് ബിൻസിലിടണം. ക്ലാസ്സിനുള്ളിലാ അതായത് സെപ്പറേറ്റ് ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിടാം, പേപ്പർ ഇടാം, ജനറൽ വേസ്റ്റ് ഇടാം. അങ്ങനെ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ വെച്ചത്. ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഇതും ഒരു സ്റ്റഡി ഏരിയ ആണ് എൽ ബ്ലോക്കിൽ. നമുക്കിവിടെ വന്നിരുന്ന് എന്തോരം വേണമെങ്കിലും പഠിക്കാം. ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാം, പഠിക്കാം.
ഒരു കുഴപ്പമില്ല. എന്താ മിന്നണേ? പിന്നെ അതെ ഇതിൻ്റെ ഉള്ളിലും ഇരുന്ന് പഠിക്കാട്ടാ. എല്ലായിടത്തും ഇരുന്ന് പഠിക്കാം. ഫുൾ പഠിക്കാനാ, പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. നമുക്ക് പ്രൈവസി വേണം, പ്രൈവസി പഠിക്കാം, പ്രൈവസി വേണമെങ്കിലോ അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനത്തെ. അതായത് ഇവിടെ അധികം സംസാരം ഒച്ചപ്പാടൊന്നും എടുക്കാൻ പാടില്ല. ഞങ്ങളതുകൊണ്ടൊന്നും ഇരിക്കാറില്ല. നമ്മൾ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രിൻ്റർ. നമുക്കിവിടെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. പ്രിൻ്റ് എടുക്കാനായിട്ട് നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ബാനർ ID അടിക്കണം. യൂസർ നെയിമും പാസ്വേഡും കണ്ട അത് അടിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ പ്രിന്റിങ് വരും. സേമോ കുത്തിയുള്ളതിൽ നിന്ന് ഒച്ചക്ക് വരുന്നത്. നമ്മുടെ യൂസർ നെയിം, നമ്മുടെ ബാനർ ID, നമ്മുടെ മെയിൽ, ഇത് അടിച്ചു കൊടുത്താൽ നമുക്ക് എന്തോരം വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. ഒറ്റ ഓട്ടം കിടക്കണം. ജെ-ബ്ലോക്ക് എലൻസ് ബിൽഡിംഗ് വെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെ പാലം ബ്രിഡ്ജൊക്കെ ഉള്ള ഒരു ഇതാണ്. ഞങ്ങൾ നേരത്തെ ആ ബ്ലോക്കിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നാണ് അവിടെ പോയി ഫ്രണ്ടിൽ കൂടെ വീണ്ടും തിരിച്ചു കയറി. നല്ല ബാക്ക്ഗ്രൗണ്ടും ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പ് കൂടി ഉണ്ട്. ഞാനാരും പ്രൊമോട്ട് ചെയ്യാത്ത ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്, കാരണം ഇത് നമ്മുടെ ഒരു പഠനാലയമാണ്. ഇവിടെ മിസ്ലീഡ് ചെയ്യുന്നു ഗൈസ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ പഠിക്കണം. നിശബ്ദത, കീപ് സൈലൻസ്. തലകുത്തി ഞങ്ങളുടെ ഈ ബ്ലോക്കിലേക്ക് എത്തിയിട്ടാ. ഈ ബ്ലോക്കാണ് ഞങ്ങളുടെ മെയിൻ ആള്. ഇവിടെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ക്ലാസ്. ഞങ്ങൾ നേരത്തെ കാണിച്ച ഓപ്പൺ ജിമ്മില്ലേ, അതാണത്. ഞങ്ങൾ താഴേന്ന് വന്നിട്ട് പോകണം. ഇത് അവിടുത്തെ മെയിൻ ബിൽഡിങ്ങിന്റെ ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ പേരാണ് ഹെൻറി ബിൽഡിംഗ് ഈസ്റ്റ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ബ്ലോക്ക് അത്ര മതി. നിങ്ങളിത് കാണുമ്പോൾ എന്തോ ജയിൽ പോലെ തോന്നുമെങ്കിലും ശരിക്കും ഇതാണ് ഞങ്ങളുടെ ക്യാമ്പസ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അത്ര ജയിലൊന്നുമല്ല. ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷനായിട്ട് പോകുന്നുള്ളൂ. എല്ലാ ബ്ലോക്കും കണക്റ്റഡാ. ഇത് ഈ ബ്ലോക്കാ. ബി ബ്ലോക്ക് ഉണ്ട് റിച്ചാർഡ്സൺ ബിൽഡിങ്. എഫ് ബ്ലോക്ക് ഹെൻറി ബിൽഡിങ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ക്ലാസ് നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ക്ലാസ് തുറക്കാൻ പറ്റില്ല. ഇത് ജയിൽ പോലെയാണെങ്കിൽ അങ്ങനെയല്ല. ഞാൻ അവിടേക്ക് ഇവിടെ ഇരുന്ന് ഒരു പ്രസൻറ്റേഷൻ എടുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്, ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ആണ് സ്നേഹമോൻ്റെ ക്ലാസ്. അപ്പോൾ എൻ്റെ F ബ്ലോക്കിലാണ്. ഇതായിരുന്നു ഞാൻ പഠിച്ച ക്ലാസ്. ഞാൻ ഇവിടെ നിന്ന് പ്രസൻറ്റേഷനൊക്കെ എടുത്തത്. പക്ഷേ വീഡിയോ ഇൻ്റർവെല്ലാകുമ്പോൾ അവൾ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും. ഇതാണ് ഇൻഫോർമേഷൻ പോയിന്റ്. നമുക്ക് പ്രൊജക്റ്റിന് കിട്ടാനായിട്ട് അവിടെ നിന്ന് പോയിട്ട് കൊടുത്താൽ, അതായത് അവിടെ പോയിട്ട് നമ്മുടെ ബാനർ ID പറഞ്ഞിട്ടാണ് ആ ബുക്ക് എടുക്കാൻ. അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. 30 ദിവസം വരെ നമ്മുടെ കയ്യിൽ വയ്ക്കാം, അത് റിട്ടേൺ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രൊജക്റ്റിന് സംബന്ധപ്പെട്ട എന്തെങ്കിലും ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ പറഞ്ഞുതരും. പിന്നെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടി നമുക്കെല്ലാം പറഞ്ഞു തരും അല്ലേ. മെയിനായിട്ട് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം വരുന്നത് ഈ അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റും ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഹാർഡ് വേർഡ്സ് ആയിട്ട് റെഫറൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ മുൻകൂട്ടി വന്ന് പറയണം. അപ്പോൾ നമുക്ക് സ്ലോട്ട് കിട്ടും. അപ്പോൾ അവിടെ വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. അവള് ആവേശത്തോടെ നമ്മളെ ലൈബ്രറിക്ക് വിളിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി അവർ അടിച്ച് പുറത്താക്കും. ഇവിടെ മത്തക്കയിൽ എഴുതിയിട്ടുണ്ട് ക്വയറ്റ് സ്റ്റഡീന്ന്. ഇവിടെ വന്നിട്ട് ഒച്ചെടുത്ത് അവർ ഓടിപ്പിക്കും. ശരിക്കും ഇൻഡിവിജ്വൽ സ്റ്റഡി സോണാണ്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും വന്നിരുന്നപ്പോൾ ഞങ്ങളെ എണിപ്പിച്ചു വിട്ടു. കാരണം ഇവിടെ കണ്ടില്ലേ, ഓരോ സ്ഥലത്തും ഓരോ സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഓരോ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെക്കുള്ള കൂടുതലും തന്നെയുള്ളവർ വന്ന് പഠിക്കാനിരിക്കുന്നത്. പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ കുറേ പേര് വന്നിരിക്കും. ഇവിടെ നിന്ന് തന്നെ ബുക്കൊക്കെ എടുക്കാം. അങ്ങനെ ഇത് ലിറ്ററേച്ചർ, ആർട്സ് നമ്മുടെ സെക്ഷൻ. അവിടെ ഇപ്പോൾ ഇരുട്ടല്ലേ, ഇപ്പോൾ
സ്നേഹത്തിൽ കൊടുക്കുമ്പോൾ ലേറ്റ് കത്തും, കാണിച്ചു തരാം. ഇത് ഫുള്ളും ബിസിനസ്സിൻ്റെ സെക്ഷൻ. ഇത് HR, ബിസിനസ്സിലെ HRനെ കുറിച്ചിട്ട്. ഈ സെക്ഷൻ ബിസിനസ് മാനേജ്മെൻറ്റ്. അവിടെ ഫസ്റ്റ് വന്നത് ബിസിനസ് മാർക്കറ്റിംഗ്. അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ബുക്ക് എടുക്കുക എളുപ്പമായിരിക്കും അല്ലേ? ഞങ്ങളിവിടെ പ്രൊജക്റ്റിന് സമയത്ത് മിക്കപ്പോഴും വരാറുണ്ട് കേട്ടോ, ശരിക്കും. വന്നിട്ട് ഈ ബുക്കുകളൊക്കെ എടുത്ത് വായിക്കും. അത്യാവശ്യം ഒരുപാടൊന്നുമില്ലെങ്കിൽ അത്യാവശ്യമൊക്കെ വായിക്കും. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ റെഫറൻസിനൊക്കെ ഭയങ്കര ഉപകാരപ്പെടും ഈ ബുക്സൊക്കെ വായിച്ചാലേ. അപ്പോൾ പിന്നെ അവിടെ മറ്റേ പ്ലേജറിസം പരിപാടിയൊന്നും വരില്ലല്ലോ, ബുക്സ് അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ പ്രൊജക്റ്റിന് നമ്മൾ പഠിച്ചത്. ഒരാളൊരു ബന്ധമില്ലാത്ത ബുക്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ലോ ബുക്കും കണ്ട, എന്തിനാണാവോ? ബൈബിളാണ് ഓടിയത്. ക്യാംബ്രിഡ്ജിൻ്റെയാ എന്തോ സംഭവം, ഡിക്ഷണറിയാണോ? ഇവിടുത്തെ സ്റ്റഡി ഏരിയ. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് പഠിക്കാനായിട്ട്. പഠിച്ചാൽ മതി എന്നുള്ള പോലെയാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത്. അതാണ് മെയിൻ ബ്ലോക്ക്, നമ്മുടെ പള്ളി, അതിന് ഫ്രണ്ടിലുള്ള പള്ളി. ഇത് P ബ്ലോക്ക്. ആ ബ്ലോക്കിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇതിൽ കൂടെ ഞങ്ങൾ വന്ന് താഴെ ഹബ്ബി കൂടെ പോയി, അതിൽ കൂടെ പോയി, അങ്ങനെ ഫുൾ റൗണ്ട് അടിക്കുക. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ. യൂണിവേഴ്സിറ്റിയുടെ ആ കാണുന്ന 2 ബ്ലോക്കും സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട് കേട്ടോ, നേരെ പോകുമ്പോഴും അവിടേക്കും ഉണ്ട് സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ. തൊട്ട് ഫ്രണ്ടിൽ യൂണിവേഴ്സിറ്റി, നമ്മുടെ യൂണിവേഴ്സിറ്റി. 2 സ്റ്റെപ്പ് നടന്നാൽ മതി. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ജിമ്മിലേക്കാണ്. ജിമ്മ് കാണിച്ചു തരാവേ. നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ വന്നത് മെയിൻ ബ്ലോക്ക്. അവിടെ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് മെയിൻ ബ്ലോക്ക്. നമ്മൾ അവിടെ ഫസ്റ്റ് ഈ കാണുന്നത് ഇവിടെ P ബ്ലോക്ക്. ഇപ്പൊ നമ്മ ഇവിടെ കറങ്ങിയത് ഈ ബ്ലോക്കിലാണ്. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ ജിമ്മിലേക്ക് പോവാണ്, യൂണിവേഴ്സിറ്റിയുടെ. ഇതാണ് നമ്മുടെ ജിമ്മ്. യൂണിവേഴ്സിറ്റിയുടെ ജിമ്മൊന്നല്ല, യൂണിവേഴ്സിറ്റി ജിമ്മ് തന്നെ, നമുക്ക് ഫ്രീ ആക്സസ്സാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻറ്റ് യൂണിയൻ കൂടിയാട്ടാ. ഈ താഴത്തെ ഫ്ലോർ സ്റ്റുഡൻറ്റ് യൂണിയനും മേലേക്ക് പോണതാണ് ജിമ്മ്. അപ്പം നമ്മൾ ജിമ്മിലേക്ക് പോവാണ്. ഞങ്ങൾ ഇവിടെ കുറച്ച് ദിവസമൊക്കെ വന്നായിരുന്നു, പിന്നെ മടിയായി. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇതാണ് നമ്മുടെ UWSൻ്റെ ജിം. മൺഡേ ടു ഫ്രൈഡേ 7:30 തൊട്ട് 9:45 വരെ. സാറ്റർഡേ സൺഡേയും 10:50 തൊട്ട് 3:45 വരെ. ഇതാണ് നമ്മുടെ ജിം. ജസ്റ്റ് മിസ്. എനിക്കറിയില്ല, സ്പോർട്സ്കാരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റുമായിരിക്കും. എനിക്കും അറിയില്ല. I don't know. ഇവിടത്തെ ക്രിക്കറ്റ് പ്ലേ ഇതാന്ന് തോന്നുന്നു. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് സ്കോട്ട്ലൻഡിൻ്റെ സ്പോൺസേഴ്സ് എന്തോ. എനിക്ക് തോന്നുന്നു അവരുടെ യൂണിഫോംസാണ്. ഇതാണ് നമ്മുടെ ജിമ്മ്. ഇതിൽ കയറി വീഡിയോ എടുക്കാത്തത് കുറേ പേര് അവിടെ എക്സസൈസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ID എടുത്തിട്ടില്ല. പിന്നെ അവർ പെർമിഷനൊക്കെ ചോദിക്കേണ്ടി വരും. അതാണ് മെയിനായിട്ട് ജിമ്മിൽ കയറിയിട്ട് വീഡിയോ എടുക്കാത്തത് കേട്ടോ. കുറേ പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞങ്ങൾ മെയിലിൽ തന്നെ കയറിയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വന്നു. ജിമ്മ് യൂണിവേഴ്സിറ്റി തൊട്ടെടുത്താൽ ഫ്രീ ആണ്. ജസ്റ്റ് ID കാർഡ് കാണിച്ചാൽ മതി. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസും ഫിറ്റ് ആവാം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് 190 സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. ഞങ്ങളൊട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ ഈ ഇടയ്ക്കാണ് ഞങ്ങൾ ശരിക്കും പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ജസ്റ്റ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
വ്യൂസ് കുറച്ച് കൂടുന്നുണ്ട്. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അത്രയും നല്ലതല്ലേ. പിന്നെ ഇവിടെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. മുക്കും മൂല്യം അരിച്ചു പറക്കി എടുത്തിട്ടില്ല. കാരണം മെയിനായിട്ട് ബ്ലോക്കുകളൊക്കെ സെയിം തന്നെയാണ്. കുറേ ബ്ലോക്കുകൾ തന്നെയേ ഉള്ളൂ. എല്ലാ ബ്ലോക്കും ആ കാണിച്ച പോലെ തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പ്രൊസീജിയേഴ്സും അതിൻ്റെ ക്ലാസ്സും പിന്നെ ഡെസർട്ടേഷൻ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഞങ്ങൾ വേറൊരു വീഡിയോ ഇടാം. അതെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഞങ്ങൾ റിപ്ലൈ തരാൻ നോക്കണ്ട്. അപ്പോൾ കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഇട്ടാൽ തിരിച്ചൊരു ഹാർട്ട് വന്നിരിക്കും. വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നൊക്കെ. അപ്പം ജിമ്മിൻ്റെ ഉള്ളിൽ കാണിക്കാത്തതിന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അവിടെ കുറേ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് പെർമിഷൻ നോക്കണം. നമ്മളെന്തിനാ വെറുതെ അവർക്ക് പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കണം. അതുകൊണ്ടാണ്. അപ്പം ഇതാണ് ഹബ്. യൂണിയനും ജിമ്മും പിന്നെ മീറ്റിംഗ് റൂമും കഫേ ഇതൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലുണ്ട്. തൊട്ടടുത്ത് നമുക്ക് അക്കോമഡേഷൻ ഉണ്ട്. യൂണിവേഴ്സിറ്റിയിൽ കുറേ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. ഇത്ര ഉള്ളൂ ഒരു കുഞ്ഞ ക്യാമ്പസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ നിന്ന് സ്നേഹമോൻ വയ്യാണ്ടായി വീഡിയോ എടുത്തിട്ട് കോട്ടായി കിടണ്ട്. സ്റ്റുഡൻസ് പക്ഷെ ഇവിടെ പാർക്ക് കുറവാണ് കേട്ടോ. പേ ചെയ്യണ്ടോന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമില്ല. കാരണം ഞങ്ങൾ നടരാജ്യമാണല്ലോ. പിന്നെ അവിടെയും അതൊരു ബ്ലോക്കാണ്. ആ കാണുന്നതൊരു ബ്ലോക്കാണ്. ഇത് ഫുള്ളും ബ്ലോക്കുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം. ഇതാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ മറക്കല്ലേ കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. ബൈ. ഹലോ ഹായ്. അപ്പം ഞങ്ങൾ ഇല്ല ഞാൻ പറയാം ആദ്യ കുതിയ നല്ലൊരു ഇവിടെ നല്ലതല്ലേ റീലൊക്കെ എടുക്കാൻ. സത്യം.